അതൊന്നും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ വെച്ചാണ് വന്നത്. വയനാട് റിസോർട്ടിലേക്ക് ട്രിപ്പ് പോവാന്ന്. അപ്പോൾ ഞങ്ങൾ അടിപൊളി ബസ്സിലൊക്കെ എന്താണ് അടിച്ചു പൊളിച്ച് പോയിനി. ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് പോയിനി. അപ്പോൾ ആപ്പാപ്പാൻ്റെ സുബ്ഹാനല്ലഹി സഹർലേനെയും അതിലാണ്ട് വന്നു. പിന്നെ ആ മൂഡണ്ട് ഓഫായി. പിന്നെ പാട്ടിട്ടപ്പോൾ ചെറുക്കന്മാരാണ് മൂഡ് ഓണായില്ലേ. പിന്നെ ഒന്നൊന്നര കളി. ഞാനും കൊച്ചാപ്പി ഒരേ ഒരു ഡാൻസ്. എൻ്റെ മോന് സീരിയന് ഞാനും കൊച്ചാപ്പി അടിപൊളി ഡാൻസിലേന്. മൂഡ് ഓഫ് ആയിരുന്ന തോന്നുന്നേ, അല്ലെങ്കിൽ ഓനക്ക് ചേർപ്പടിച്ചേനി എന്നേ. അപ്പൊ ഞാൻ എൻ്റെ അമ്മച്ചിനെ എടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് വിശക്കുണ്ട്. അപ്പൊ ഞങ്ങള് എന്താണ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പു പറയും അപ്പൊ നിങ്ങൾ നോളജ് സിറ്റി ഒക്കെ എത്താനായിക്കണ്. നോളജ് സിറ്റി അപ്പോൾ അവിടെ വലിയ പള്ളി ഉണ്ടായിനി. നിങ്ങൾ കണ്ടിനെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റിലൂടെ. കണ്ടുകണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നോളജ് സിറ്റിയിൽ എത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്നൊന്നര വ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ആപ്പാപ്പ അവിടെ ഒരു കുതിര ഉണ്ടായിന്, അയിമൊക്കെ കയറി ഇങ്ങോട്ട് വരികയാണ്. ഞാൻ കയറുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ യാത്ര തുടങ്ങിയിട്ടോ. അപ്പോൾ യാറിൻ്റെ അടുത്ത് എനിക്ക് വാങ്ങിക്കും. പിന്നെ അവളെ സംസാരം തുടങ്ങിയില്ലേ. എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മച്ചിൻ്റെ ഫോൺ എടുത്ത് എൻ്റെ അമ്മച്ചിൻ്റെ പഴയ ഫോൺ എടുത്ത് ഞാൻ അവിടെ കളിച്ചു. അപ്പോൾ എന്താണ് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ അപ്പൂൻ്റെ കഥയും അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഉറക്കം വരാൻ തുടങ്ങി. ഇങ്ങോട്ട് ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട് മയങ്ങിയിട്ട് ഇരിച്ചു. പിന്നെ ഞങ്ങൾ ഏകദേശം വയനാടൊക്കെ എത്തിയാണ്, വയനാട് ചുരമൊക്കെ എത്തിയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ ഇനി റിസോർട്ടിലെത്താൻ. അപ്പോൾ ഇനി ഞങ്ങൾ പാട്ടൊന്നും ഇടൂല. ഇനി മൊത്തം മൈക്കിലേക്ക് ഇടാം. ഇന്നാണ് മോനെ പാട്ടുകളൊന്നും തുടങ്ങാം. എൻ്റെ പാട്ടൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മുന്തിരിച്ചാറിൻ്റെ പാട്ടാണ്. അടിപൊളി പാട്ട്. എന്നിട്ട് കൊച്ചപ്പൻ്റെ പാട്ടാണ് അടിപൊളി പാട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ പറയും അടിപൊളി പാട്ട്. മീനു പാട്. ഇങ്ങോട്ട് കൊച്ചാപ്പാൻ്റെ ബാക്കി മീനു പാടി. ഇങ്ങോട്ട് കൊച്ചാപ്പന്നെ പാടും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അടിപൊളി വൈബിലൊക്കെ പോയത്. അപ്പൊ ഞങ്ങൾക്ക് അടിപൊളി ഇഷ്ടമായി. അപ്പൊ കൊച്ചാപ്പാന്റെ പാട്ടേക്ക് അടുത്ത ഇന്റെ പാട്ടാണ് കേട്ടോ. ചിഞ്ചു അടിപൊളി പാട്ടാടിക്കൾ ഞങ്ങളെ എല്ലാവരും ഉഷാറാക്കി നല്ലപോലെ എൻജോയ് ചെയ്തു. അടിപൊളി സോങ് ഇനി അടുത്ത മേമനൊക്കെ ഐഷിന്റെ പാട്ടാടിക്കട്ടെ. അടുത്ത നിസുവിന്റെ പാട്ടാട്ടിന് മേമാൻ കുട്ടി തന്നെ. അങ്ങനെ പിന്നെ ശിവുട്ടൻ്റെ പാട്ട് ഇനി അടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശിവുട്ടൻ്റെ അടിപൊളി പാട്ട്. നല്ല ഉഷാറായിച്ച് പാട്ടാടി. ഞങ്ങൾ പൂക്കോട് തടാകം എത്താനായിക്കണേ. അപ്പൊ ആകെ ഇനി കുറച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾ എത്തിട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ സൈഡൊക്കെ ബസ്സൊക്കെ സൈഡാക്കിയാണ്ട് ഞങ്ങള് അവിടേക്ക് ഇങ്ങനെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നടന്നൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നടക്കാണ്ട് തുടങ്ങി. അവിടെ കുറേ കാഴ്ചകൾ ഉണ്ടായിന് കാണാൻ. അപ്പോൾ അടിപൊളിയാണ്. അവിടെ കാര്യങ്ങന്മാർ ഒക്കെ ഉണ്ടായിന് കേട്ടോ.
അപ്പോൾ കുരങ്ങന്മാരാണ് വെച്ച് എല്ലാവരും കഴിയുന്നില്ലേ ഐസ്ക്രീം തട്ടി പറിച്ചു. ഞാൻ സോഡാക്കാനെ എത്തോണ്ടില്ലേ എൻ്റെ തട്ടി പറിച്ചിലധികം എൻ്റെ അടുത്തേക്ക് വന്ന് അല്ലെങ്കിൽ എൻ്റെ തട്ടി പറിച്ച് ഞാൻ തിന്നു. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിന്. ഞങ്ങൾ അതിൽ കയറിയില്ല. ആപ്പ് പറഞ്ഞാൽ നല്ല വെയിലാണ്, ചവിട്ടാൻ കഴിയില്ല, ബോട്ട് ചവിട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, ഐസ്ക്രീമും കോണും പോപ്കോണൊക്കെ വാങ്ങിന്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഉണ്ടായിരുന്ന കടകളത്തെ സാധനമൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കിട്ടോ. ഈ മാസ്ക് ഉണ്ടായില്ല കേട്ടോ. ഇന്ന് ഷർട്ടുമുള്ള കണ്ണാടിക്ക് അപ്പ വാങ്ങി തന്ന കേട്ടോ. പിന്നെ ഞാൻ ചെറുതാച്ചിങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ആപ്പു എല്ലാവരും ഫോട്ടോ എടുക്കാൻ എല്ലാവരും വിളിച്ചു കിട്ടും, അമ്മായിനൊക്കെ വിളിച്ച്. പിന്നെ അപ്പം എല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയാണ്. ഇനി ഇതിൻ്റെ റിസോർട്ടിലുള്ള വീഡിയോസ് ഞങ്ങൾ അടുത്ത വീഡിയോസിൽ ഇട്ട് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.